ഹോങ്കോങ് തീപിടുത്തത്തിൽ മരണം 36ആയി. 279 പേരെ കാണാനില്ല എന്ന് റിപ്പോർട്ട്. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ചത് ഇന്ന് വൈകിട്ടോടെയാണ്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. 2000ഓളം ഫ്ളാറ്റുകളുള്ള ഒരു കെട്ടിട സമുച്ചയത്തിനാണ് തീപിടിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയേറിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ വാങ്ഫു എന്ന് പറയുന്ന തായ്പോ ജില്ലയിലെ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം. അവിടെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. ഏതാണ്ട് 2000ഓളം ഫ്ലാറ്റുകളുണ്ട് അവിടെ. എട്ട് ബിൽഡിങ്ങുകളിലായി 2000ഓളം ഫ്ലാറ്റുകളിലാണ് അവിടെ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയേറിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊന്നാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റിൽ. അതിൻ്റെ ഭാഗമായി ആ നവീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഫ്ലാറ്റുകളോട് ചേർന്ന് വലിയ മുള കൊണ്ടുള്ള വലിയ കമ്പുകൾ കെട്ടി അതിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ ആളുകൾ എത്തിയിരുന്നത്. തൊഴിലാളികൾ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുളകൾക്കും സമീപത്തുള്ള മരങ്ങൾക്കുമാണ് തീപിടിച്ചത്. ആ തീപിടുത്തം ഇപ്പോൾ ഫ്ലാറ്റുകളിലേക്ക് പടർന്ന് അങ്ങനെ ആ രൂപത്തിലാണ്, വലിയ രൂപത്തിൽ ഒരുപക്ഷെ ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീപിടുത്തമായി മാറുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ 5 മുതൽ 8 വരെയുള്ള നിലകളിലാണ് തീപിടുത്തം അതിരൂക്ഷമായി ബാധിച്ചിട്ടുള്ളത്. അവിടെയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷ ആളുകളെയും നവീകരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നെയും ഫ്ലാറ്റുകളിൽ ആളുകൾ ശേഷിച്ചിരുന്നു. ഒപ്പം തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇതിൽ മരണപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലാളികളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം എത്തിയ അഗ്നിശമന സേന അംഗങ്ങളുമാണ്. ആദ്യം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 4 പേരാണ് മരിച്ചിരുന്നത്. അതിൽ ഒരാൾ അഗ്നിശമന സേനാ അംഗമായിരുന്നു. ഇപ്പോൾ ഈ മരണസംഖ്യ കൂടുമ്പോൾ 36ലേക്ക് എത്തുമ്പോൾ തൊഴിലാളികളും അഗ്നിശമന സേനാംഗങ്ങളുമാണ് ഇപ്പോൾ മരണപ്പെട്ടവരിലേറെയും. അവിടെ താമസിച്ചിരുന്ന ആളുകളെ കൂടുതലും ഒഴിപ്പിച്ചിരുന്നതുകൊണ്ട് വലിയ രൂപത്തിലുള്ള അല്ലെങ്കിൽ വലിയ ദുരന്തമായി മാറേണ്ടിയിരുന്ന ഒരു അപകടം, ഒരു തീപിടുത്തം അതിൽ മരണസംഖ്യയിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും 36 പേരുടെ മരണമാണ് ഇപ്പോൾ ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 279 പേരെ കാണാനില്ല എന്നുകൂടിയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ ദുരന്തമാണ് ഹോങ്കോങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം. ഏതാണ്ട് 2000ഓളം ഫ്ലാറ്റുകളുണ്ട് അവിടെ. അതിലേറെ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമാണ്. നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയും എങ്കിൽ പോലും പല ഫ്ലാറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്നു, തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരെയാണ് ഈ അപകടം, ഈ ദുരന്തം വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുള്ളത്. പ്രവിധ, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.